ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നൊരു തിയറി മോഡൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷൂസ്, പവർ ഓഫ് കൺട്രോൾ സി ആൻഡ് കൺട്രോൾ ബി. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. മൈ നെയിം ഈസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. ടൈപ്സ് ഓഫ് ഷൂസിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ ഒരു 6 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ എന്നെടുത്ത് പറയാൻ കാരണം എല്ലാവരും എൻ്റെ കാറ്റഗറൈസേഷൻ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. എന്നോട് ഡിസഗ്രി ചെയ്യുന്നവരും കാണും. സോ ഹിയർ ആർ മൈ കാറ്റഗറീസ്: കാഷ്വൽ ഷൂസ്, ഫോർമൽ ഷൂസ്, സ്പോർട്സ് ഷൂസ്, ബൂട്ട്സ്, സാൻഡിൽസ് ആൻഡ് അറ്റ് ലാസ്റ്റ് സ്പെഷ്യാലിറ്റി ഷൂസ്. കാഷ്വൽ ഷൂസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഇനിയും കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്നീക്കേഴ്സ്, ലോഫേഴ്സ്, സ്ലിപ്പ് ഓൺസ്, ബോട്ട് ഷൂസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാഷ്വൽ ഷൂസ് ആണ്. ഷൂ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഷൂവിൻ്റെ ലേസിംഗ് മെക്കാനിസം, ഇതിനൊക്കെ അനുസരിച്ചാണ് ഈ കാറ്റഗറൈസേഷൻ വരുന്നത്. പൊതുവെ നമ്മുടെ സ്നീക്കേഴ്സ് ഒരു ലേസ്ഡ് ആയിട്ടുള്ള അപ്പർ മെറ്റീരിയൽ മോസ്റ്റ്ലി ക്യാൻവാസ് അല്ലെങ്കിൽ ഫാബ്രിക് ഒക്കെ ആയിരിക്കും. അതേസമയം ലോഫേഴ്സ് ലെതർ ഓർ സിന്തറ്റിക് ലെതർ വിത്തൗട്ട് ലേസ്, അങ്ങനെയൊക്കെ നമ്മൾ പിന്നെയും ഷൂവിൻ്റെ ലേസിംഗ് മെക്കാനിസം മെറ്റീരിയൽ ഒക്കെ അനുസരിച്ച് പിന്നെയും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഫോർമൽ ഷൂസിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷൂസ് ആണ് ഓക്സ്ഫോർഡ് ഷൂസ്, ഡെർബി ഷൂസ്, മോങ്ക് സ്ട്രാപ്സ്, ഡ്രസ് ബൂട്ട്സ് എന്നിവയൊക്കെ. മെറ്റീരിയൽ ലെതർ ഓർ സിന്തറ്റിക് ലെതർ ആണെങ്കിൽ പോലും ലേസിംഗ് മെക്കാനിസത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ക്ലോസ് ലേസിംഗ്, ഓപ്പൺ ലേസിംഗ്, ബക്കിൾ സ്ട്രാപ്സ് എന്നിവയ്ക്കൊക്കെ അനുസരിച്ചാണ് ഈ ഷൂസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഹിയർ ഇസ് എ തേർഡ് കാറ്റഗറി: സ്പോർട്സ് ഷൂസ്. ഒരുപക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഷൂസ് ഇത് തന്നെയായിരിക്കും. കാരണം കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ പോലും ആവശ്യമില്ല. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് അതിൻ്റെ പേരിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റണ്ണിങ് ഷൂസ്, സൈക്ലിംഗ് ഷൂസ്, ഫുട്ബോൾ ക്ലീറ്റ്സ്, ബാഡ്മിൻ്റൺ ഷൂസ്, ബാസ്കറ്റ് ബോൾ ഷൂസ്, ട്രെയിനിങ് ഷൂസ് എന്നിങ്ങനെ നീണ്ടു പോകുന്നൊരു ലിസ്റ്റാണിത്. നമ്മുടെ നാലാമത്തെ കാറ്റഗറിയാണ് ബൂട്ട്സ്. ഇതുവരെ പറഞ്ഞ ഷൂസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് പൊതുവെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ബൂട്ട്സ് പൊതുവെ യൂസ് ചെയ്തു പോരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ആവശ്യമായിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ സ്റ്റെർഡിനെസ്, ഗ്രിപ്പ്, ആംഗിൾ പ്രൊട്ടക്ഷൻ, തെർമൽ ഇൻസുലേഷൻ, വാട്ടർ പ്രൂഫിംഗ് എന്നിങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനനുസൃതമായിട്ട് പലതരം ബൂട്ടുകളുമുണ്ട്. ഹൈക്കിംഗ് ബൂട്ട്, കോമ്പാക്ട് ബൂട്ട്, വർക്ക് ബൂട്ട്, സ്നോ ബൂട്ട് എന്നിങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റ് ഓഫ് ബൂട്ട്സും ഉണ്ട്. ഫിഫ്ത്ത് കാറ്റഗറിയാണ് സാൻഡിൽസ്. നമ്മുടെ നാട്ടിലെ ഹവായി ചപ്പൽ മുതൽ എല്ലാ ഓപ്പൺ ടോ ഷൂസും ഇതിൽപ്പെടും. നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ: സ്പെഷ്യാലിറ്റി ഷൂസ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊന്നും പെടാത്ത കുറച്ച് ഷൂസ് ഉണ്ടല്ലോ, അതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് പിടിച്ച് ഈ കാറ്റഗറിയിലേക്ക് ഇടാം. ഫോർ എക്സാമ്പിൾ വെഡ്ജസ്, പ്ലാറ്റ്ഫോം ഷൂസ്, മേരി ജെയിൻ, ഹൈ ഹീൽസ്, ക്ലോക്സ്, ഇവയൊക്കെയാണ് ഞാൻ ഈ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇനിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുവായത് കാരണം ഇവിടെ വെച്ച് ഞാൻ എന്നോട് തന്നെ കട്ട് പറയുന്നു. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി അടുത്ത തവണ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.